സർ, നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായിട്ട് ഈ വരുന്ന മെയ് 31-ന് രാജാ സുബ്രഹ്മണ്യം ആളെ നിയോഗിക്കാന്ന് കേട്ടു ഇങ്ങനെ. അപ്പോൾ ഉം. ശരിക്കും ഈ ഒരു വാർത്തയുടെ ഒരു വാർത്താ പ്രാധാന്യം എന്താ ശരി? വളരെയധികം വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമാണത്. ഉം. കാരണം അദ്ദേഹം ആ, ലഫ്റ്റനൻറ്റ് ജനറലായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം റിട്ടയർ ആയത് സൈന്യത്തിൽ നിന്ന്. കഴിഞ്ഞ ജൂലൈയിലാണ് അദ്ദേഹം റിട്ടയർ ആയത്. അതിനുശേഷം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലുണ്ട്. നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറൊക്കെ പ്രിസൈഡ് ചെയ്യുന്ന ഒരു കൗൺസിലുണ്ട്, ദേശീയ സുരക്ഷാ സമിതി. അതിൻ്റെ ഉപദേഷ്ടാവായിട്ട് വർക്ക് ചെയ്തു വരികയായിരുന്നു രാജാ രാജാ സുബ്രഹ്മണ്യം. ഓക്കെ. സുബ്രഹ്മണ്യം. അപ്പം അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ നിന്ന് തിരിച്ചു വിളിച്ച് അദ്ദേഹത്തിന് 4 സ്റ്റാർ ജനറൽ പദവിയോടുകൂടി അദ്ദേഹത്തെ വീണ്ടും ജനറലായി പ്രൊമോട്ട് ചെയ്തിട്ടാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അഥവാ സംയുക്ത സൈനിക മേധാവിയായിട്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മൂന്നാമത്തെ സംയുക്ത സൈനിക മേധാവിയാണ്. ആദ്യം ഉണ്ടായിരുന്നത് ജനറൽ റാവത്തായിരുന്നു, ബിപിൻ റാവത്തായിരുന്നു. അദ്ദേഹം നീലഗിരിയിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷമാണ് അനിൽ ചൗഹാനെ തിരിച്ചു വിളിച്ചത്. അനിൽ ചൗഹാൻ റിട്ടയർ ആയിരുന്നു, ലെഫ്റ്റനൻറ്റ് ജനറലായിട്ട് റിട്ടയറായി. റിട്ടയർഡ് ആയത്. അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ജനറലായി പ്രൊമോട്ട് ചെയ്ത അദ്ദേഹത്തെ സംയുക്ത സൈനിക മേധാവിയായിട്ട് നിയമിച്ചു. വളരെ ഓക്കെ. സാമർഥ്യമുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സൈനിക മേധാവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മെയ് 30-ന് അദ്ദേഹം റിട്ടയർ ചെയ്യും. മെയ് 31-നാണ് രാജാ സുബ്രഹ്മണ്യം ചാർജ് എടുക്കുക. അദ്ദേഹം സൈനിക ഓഫീസർ തസ്തികയിൽ എല്ലാ മേഖലകളിലും ജോലി ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് അക്കാഡമി, അതിനുശേഷം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ, അവിടെ നിന്നെല്ലാം പഠിച്ച് പിന്നെ ഈ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് അവിടെയൊക്കെ പഠിച്ച് ചൈന പാകിസ്ഥാൻ ബോർഡറുകളിൽ അദ്ദേഹം സൈന്യത്തിന് കമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യുദ്ധതന്ത്രങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. എങ്ങനെ പോകണം, എങ്ങനെ പ്രതിരോധം തീർക്കണം, ആക്രമണം വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആക്രമണം നടത്തണം, പ്ലാൻ ചെയ്യണം എല്ലാം എന്നുള്ളതിനെ അറിയാം. കുറിച്ചൊക്കെ ഒരു അതോറിറ്റിയാണ് അദ്ദേഹം. അപ്പോൾ ഓക്കെ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ നിയമനത്തിന് പ്രാധാന്യം എന്ന് വെച്ചാൽ, പാകിസ്ഥാൻ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഇന്ത്യനെ എങ്ങനെയെങ്കിലും തലവേദന ഉണ്ടാക്കി ഇന്ത്യനെ ബ്ലീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. അതിപ്പോൾ ആര് ഭരിച്ചാലും പാകിസ്ഥാനിലെ സ്ഥിതി അതാണ്. കാരണം പാകിസ്ഥാനിൽ അവസാന വേടെന്ന് പറയുന്നത്, അവസാന വാക്കെന്ന് പറയുന്നത് പാകിസ്ഥാനി പട്ടാളമാണ്. പാകിസ്ഥാനി പട്ടാളം മുഴുവൻ പഞ്ചാബികളാണ്. ഈ പഞ്ചാബികളുടെ കുഴപ്പം, പാകിസ്ഥാനി പഞ്ചാബി മുസ്ലിംസിൻ്റെ കുഴപ്പം, ധനത്തോടുള്ള ആർത്തി ഭയങ്കരമാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ പോലെ ഒരു ഡിസിപ്ലിൻഡ് ആർമിയൊന്നുമല്ല, ഓക്കെ. അച്ചടക്കമൊന്നുമുള്ള ആർമിയൊന്നുമല്ല. അവർക്ക് ശുദ്ധ പോക്കിരിത്തരം അവരെല്ലാം കാണിക്കുള്ളൂ. രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ അവർ ഭയമാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? ഇവർക്ക് ഈ സൈന്യത്തിന് മേടിക്കുന്ന ആയുധങ്ങൾ, അതുപോലെ പടക്കോപ്പുകളും വാഹനങ്ങളും എല്ലാത്തിനും അവർക്ക് വൻ തുക കമ്മീഷൻ കിട്ടുന്നുണ്ടാവും ഈ പഞ്ചാബി മിലിറ്ററി ഓഫീസർമാർക്ക്. അപ്പോൾ അവർ ഫുൾ അധികാരം സിവിലിയൻ ഗവൺമെൻറ്റിന് കൈമാറാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. അപ്പോൾ അവർ പറയുന്ന പോലെയാണ് അവരുടെ തന്ത്രം. ഇതാണ്, ഇന്ത്യനെ എന്നും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. അവർക്ക് അവരുടെ സാമ്പത്തിക സ്രോതസ്സ് മുഴുവൻ നശിച്ചു ഇങ്ങനെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും. അവർക്ക് ഈ നമ്മൾ ഭീകരവാദികളെ അവിടെ അയച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ അവർക്ക് എന്നും തലവേദനയായിരിക്കും. ആ തലവേദന സൃഷ്ടിക്കുന്നതുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയൊന്നും ഇന്ത്യക്ക് ഉണ്ടാവില്ല. അത് തടയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അവരുടെ പോളിസി, ഈ പാകിസ്ഥാനി പട്ടാളത്തിൻ്റെ. അതാണ് ഈ പറഞ്ഞ പോലെ ഈ എന്താ ഇവിടുത്തെ പാകിസ്ഥാനി പ്രധാനമന്ത്രിയും അവരുടെ ഒരു ഫെയിൽഡ് മാർഷൽ എന്നാണ് കളിയാക്കി വിളിക്കുന്ന അയാൾ, ഫീൽഡ് മാർഷൽ നടത്തിക്കൊണ്ടുവരുന്നത്. അസംഖ്യം തീവ്രവാദ സംഘടനകൾ, ഭീകരവാദ സംഘടനകളുണ്ട്. അവയെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് പാകിസ്ഥാനാണ്. ലഷ്കർ എ തയ്യബ, ജയ്ഷെ മുഹമ്മദ്, ഹർക്കത്തുൽ മുജാഹിദ്ദീൻ, അങ്ങനെ കുറേ സംഘടനകളുണ്ട്. ഇവൻ താലിബാൻ വരെ ഇന്ത്യനെ ആക്രമിക്കാൻ, കാശ്മീർ വഴിയും ഒക്കെ ഇന്ത്യനെ ആക്രമിക്കാനായിട്ട് അവർക്ക് എല്ലാ സഹായവും നൽകുന്നത് പാകിസ്ഥാനികളാണ്. ഇപ്പോൾ പഹൽഗാമിൽ തന്നെ 26 പേരെ കഴിഞ്ഞ വർഷം വെടിവെച്ച് കൊന്നില്ലേ, അത് മുഴുവൻ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. ഇപ്പോൾ ബോംബെ ഭീകരാക്രമണം ഓർക്കണുണ്ടോ? 10-12 ഭീകരവാദികൾ കടൽ വഴി വന്ന് ഇന്ത്യയിൽ കയറി ബോംബെയിൽ താജ് ഹോട്ടലൊക്കെ അറ്റാക്ക് ചെയ്ത് 2008 നവംബർ മാസത്തിൽ കുറേ പേരെ കൊല്ലുകയൊക്കെ ചെയ്തു. അവസാനം ഒരുത്തനെ അജ്മൽ കസബ് എന്ന് പറഞ്ഞ ഒരുത്തനെ പിടിച്ച് അവനെ ഇന്ത്യ ഗവൺമെൻറ് വിചാരണ നടത്തി തൂക്കിക്കൊന്നു. അവൻ പാകിസ്ഥാനി പൗരനായിരുന്നു അവൻ.
അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളങ്ങനെയുള്ള ആളെ അറിയൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ ഇവർ ചൊവ്വാവണ പ്രശ്നമില്ല, ഇന്ത്യനെ അവർ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല, പാകിസ്ഥാനും ചൈനയും തമ്മിൽ വളരെ സുശക്തമായ സൈനിക ബന്ധങ്ങളുണ്ട്. അവരിപ്പോൾ മറ്റേ ഈ ചൈനയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒരു വലിയ ഹൈവേ, കാരക്കോറം ഹൈവേ, അതിനോടനുബന്ധിച്ച് റോഡും അവർ വീതിയേറി വിശാലമായ റോഡ് പണിതിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലും വടക്ക് കിഴക്കൻ അതിർത്തിയിലേക്ക് എന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിനെ തടയിടാനും അതിനെ പ്രതിരോധിക്കാനും കഴിവുള്ള ഒരു സൈനിക നേതാവിനെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് രാജാ സുബ്രഹ്മണ്യം റിട്ടയർമെൻറ്റിൽ നിന്നും തിരിച്ചു വിളിച്ച് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആക്കിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ പ്രതിരോധ സേന, നാവിക സേന, വ്യോമസേന, കരസേന, ഇത് മൂന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ യൂണിഫൈഡ് കമാൻഡ് സ്ട്രക്ചർ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരിക്കും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക, എങ്ങനെയൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊരു ന്യൂക്ലിയർ പവർ കൂടിയാണ്, നമ്മളുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ട്. ആ ന്യൂക്ലിയർ ബോംബ് നമുക്ക് ഏത് സമയത്താണ് ആവശ്യം വരിക എന്നൊന്നും അറിയില്ല. അതൊക്കെ വിശ്വസിക്കാവുന്ന ഒരാൾക്കാരെ, വ്യക്തിയെ വേണം അതെല്ലാം ഏൽപ്പിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു തിയേറ്റർ ഓഫ് വാർ അല്ലെങ്കിൽ തിയേറ്റർ ഓഫ് സ്ട്രാറ്റജി അത് നടത്തിക്കൊണ്ട് പോകാൻ പ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സൈനിക തലവനെയാണ് ഇന്ത്യക്ക് വേണ്ടിയിരുന്നത്. അതിനാണ് രാജാ സുബ്രഹ്മണ്യനെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ നിന്നും തിരിച്ചു വിളിച്ച് അദ്ദേഹത്തിന് പക്ഷേ ഈ ഒരു 4-സ്റ്റാർ ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് ചെറിയൊരു വാർത്തകളൊക്കെ അവിടെ ഇവിടെയും കണ്ടിരുന്നു. അടുത്ത ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് നാവികസേനയിൽ നിന്നോ അതല്ലെങ്കിൽ വ്യോമസേനയിൽ നിന്നോ ആയിരിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പലരും എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് അതിപ്പോൾ തീരുമാനിക്കുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സ് ഉണ്ട്, ഒരു സൂപ്പർ മന്ത്രിസഭയാണത്. അതിൽ നമ്മുടെ പ്രധാനമന്ത്രിയും രാജ്യരക്ഷാ മന്ത്രിയും പ്രതിരോധ മന്ത്രിയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ഇതിന് 4 പേരാണ് അതിനകത്ത് അംഗങ്ങൾ. അപ്പോൾ അവരത് വളരെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അവർ തീരുമാനിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് ഈ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ്. അത് കൂടാണ്ട് ബംഗ്ലാദേശ് നമുക്ക് ഒട്ടും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ബംഗ്ലാദേശിൽ നിന്നും കണ്ടമാനം തലവേദന നമുക്കുണ്ടാവും. കാരണം ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി കൂടി പങ്കുള്ള ഒരു ഗവൺമെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇസ്ലാമിക് തീവ്രവാദികൾ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ തമ്പടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് അനധികൃതമായിട്ട് ഇന്ത്യയിലേക്ക് കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു തലവേദനയുണ്ട്. അത് കൂടാതെ മ്യാൻമറിൽ നിന്ന് ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ആയുധങ്ങളൊക്കെ കൊടുത്ത് ഭീകരവാദികളെ പറഞ്ഞു വിടുന്നുണ്ട്. നാഗാലാൻഡിലേക്ക് ഭീകരവാദികളെ പറഞ്ഞു വിടുന്നുണ്ട്. ഇവരെ സംരക്ഷിക്കുന്നത് മ്യാൻമറിലെ ഒരു സങ്കേതത്തിലാണ്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ആ മേഖലകളുമായിട്ട് നല്ല അതിൻ്റെ പരിചയം എങ്ങനെയാണ്. ഹി നോസ് ദ ചൈനീസ് ബോർഡർ ആസ് വെൽ as ദ പാകിസ്ഥാനി ബോർഡർ ലൈക്ക് ദ ബാക്ക് ഓഫ് ഹിസ് ഹാൻഡ് എന്നാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, രാജാ സുബ്രഹ്മണ്യനെ പറ്റി പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, സൈനിക സ്ട്രാറ്റജികളെ കുറിച്ചൊക്കെ അദ്ദേഹം കണ്ടമാനം പഠനങ്ങളൊക്കെ നടത്തി, ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പല വിദേശ യൂണിവേഴ്സിറ്റികളിലെല്ലാം പോയി പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കലാണ്, അദ്ദേഹം പ്രായോഗിക എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് അദ്ദേഹത്തെ ഈ CDS ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇപ്പോൾ പവർ അത്രയും ഒന്നുമില്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ നിയമനം അതല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിയമനം അതേപോലെ തന്നെയുള്ള ഒരു നിയമനമാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ നിയമനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല.
അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.